ശ്രീമദ് ഭാഗവതം കീ ഹരേ കൃഷ്ണ. അടുത്തത് ശ്രീമദ് ഭാഗവതത്തില് വരാഹാവതാരം, ദശാവതാരങ്ങളെ കുറിച്ച് വിവരിക്കുന്നതാണ്. മത്സ്യകൂർമ്മ വരാഹശ്ച നരസിംഹശ്ച വാമന രാമോ രാമശ്ച രാമശ്ച ബുദ്ധകൽക്കി ജനാർദ്ദന. കൃഷ്ണ ഭഗവാന്റെ പേര് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നില്ല. ജയദേവ കവികൾ ദശാവതാരം രചിച്ചപ്പോൾ അവിടെ ഒൻപതാമത്തതായിട്ട് കൃഷ്ണ ഭഗവാന്റെ പേര് ചേർത്തു. ശരിക്കും ദശാവതാരത്തില് അവതാരങ്ങളുടെ പട്ടികയിൽ ആരുടെ പേരില്ല? കൃഷ്ണന്റെ പേരില്ല. ശ്രീമദ് ഭാഗവതം ശ്രീബുദ്ധന്റെ പേരാണ് ദശാവതാരത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീട് ആൾക്കാര് ബുദ്ധന്റെ പേര് മാറ്റി കൃഷ്ണന്റെ പേരാക്കി. ശരിക്കും ഭാഗവതത്തില് മറ്റു പുരാണങ്ങളിൽ ജയദേവ കവി രചിച്ച ദശാവതാര സ്തോത്രത്തിൽ എവിടെയും തന്നെ ആരുടെ പേരില്ല? കൃഷ്ണ ഭഗവാന്റെ പേരില്ല, ബുദ്ധന്റെ പേരാ ഉള്ളത്. ബുദ്ധനെ അവതാരം എന്ന് പറയുന്നത് കൃഷ്ണനെ അവതാരങ്ങൾക്ക് ഉപരിയായിട്ടാ പറയുന്നത്. സച്ചിദാനന്ദ സ്വരൂപൻ, അവതാരങ്ങൾക്കും മേലെയാ കൃഷ്ണനെ പറയുന്നത്. മാതാച പിതാ ത്വമേവ വിദ്യാച ദ്രവിണം ത്വമേവ ത്വമേവ സർവം മമദേവ ദേവ. എൻ്റെ അമ്മയും അച്ഛനും അങ്ങാണ്, വിദ്യയും സർവസ്വവും അങ്ങാണ് എന്ന് ശരണം പ്രാപിക്കുക ചെയ്യുക. അവതാരങ്ങൾക്കും ഉപരിയാണ്. പരമാത്മാവായിട്ട് ശ്രീകൃഷ്ണനെ മാത്രമേ പറയാറുള്ളൂ. ആരെങ്കിലും ഗണപതി പരമാത്മാ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. സായിബാബ പരമാത്മാ കേട്ടിട്ടുണ്ടോ? ഇല്ല. പരമാത്മാ എന്ന് പറയുമ്പോൾ ആരെ പറയും? കൃഷ്ണനെ മാത്രമേ പറയൂ. അവതാരങ്ങൾക്കും ഉപരിയാണ്. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് പരം ബ്രഹ്മ പരം താപ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവം അജം വിഭും ജനം ജന്മരഹിതന. അജ, അജ എന്ന വാക്കിന്റെ അർത്ഥം ജനനമില്ലാത്ത വ്യക്തി എന്നാണ് പറയുന്നത്. അപ്പോ അവതാരങ്ങൾ 10 എന്ന് ചോദിച്ചാൽ അല്ല. സമുദ്രതീരത്ത് ചെന്നിരുന്ന് തിരമാലകളെ എണ്ണാൻ സാധിക്കുമോ? ഒരിക്കലും എണ്ണാൻ സാധിക്കില്ല. അതുപോലെ അവതാരങ്ങളും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കില്ല. അനേകം അവതാരങ്ങളുണ്ട് ഭാഗവതത്തിൽ തന്നെ. ഋഷഭ അവതാരമുണ്ട്, മോഹിനിയുണ്ട്, ധന്വന്ത്രി മൂർത്തിയുണ്ട്, അശ്വിനി പിന്നെ ഹംസാവതാരമുണ്ട്, ഹയഗ്രീവനുണ്ട്. ഈ 10 വരാത്ത ഇനിയും അനേകം അവതാരങ്ങൾ. എങ്ങനെയാണോ സമുദ്രതീരത്ത് ചെന്ന് തിരമാലകളെ എണ്ണാൻ സാധിക്കില്ല, അതുപോലെ തന്നെ ഭഗവാന്റെ അവതാരങ്ങളെയും എണ്ണാൻ സാധിക്കില്ല. പക്ഷേ ഈ കൽപ്പത്തിൽ ആദ്യം വന്ന അവതാരം വരാഹം. ഈ കൽപ്പം, നമ്മൾ വസിക്കുന്ന ഈ ചക്രം, ഇപ്പൊ ഏത് യുഗത്തിലാണ് നമ്മളുള്ളത്? കലിയുഗം. കലിയുഗത്തിന്റെ മുമ്പേ ദ്വാപരയുഗം, അതിനു മുമ്പേ ത്രേതായുഗം, അതിന്റെ മുമ്പേ സത്യയുഗം. ഇത് 4 ചേരുന്നതാ ഒരു യുഗചക്രം. ഇതിൽ ആദ്യം വന്നതാരാ? മത്സ്യമല്ല, വരാഹം. അതുകൊണ്ട് ജ്യോതിഷന്മാരും തിരുമേനിമാരും പൂജകരും എല്ലാവരും ഡേറ്റ് പറയുമ്പോൾ ശ്വേതവരാഹകൽപേ വൈവസ്വത മന്വന്തരേ പ്രഥമപാദേ കലിയുഗേ എന്നേ പറയുള്ളൂ. ഈ കൽപ്പത്തിൽ ആരാദ്യം വന്നത്? വരാഹം. ശ്വേതവരാഹകൽപേ. ഈ കൽപ്പത്തിന് തന്നെ ശ്വേതവരാഹം എന്ന പേര്. അനോർ അനിയാം മഹതോ മഹിയാം. ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുതും വലുതിൽ വെച്ച് ഏറ്റവും വലുതും എന്ന് തെളിയിച്ചതാണ് വരാഹാവതാരം. അതായത് ഇന്നൊരു ഫാഷനാണ് ആൾക്കാർക്ക് ദൈവമില്ല എന്ന് പറയുന്നത്. ഈ ദൈവമില്ല എന്ന് പറയുന്നവനും ചോറ് കൊടുക്കുന്നത് ദൈവം തന്നെയാണ്. ഇപ്പോൾ നോക്കിക്കോളൂ, കുറേ ചെറുപ്പക്കാരുടെ മധ്യേ ഈശ്വരനില്ല, ദൈവം ഉണ്ടോ?
ഉണ്ടെങ്കിൽ കാണിച്ചു തരൂ. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് ഒരു വലിയ കാര്യമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പക്ഷേ ദൈവമെന്ന് പറയുന്നത് സങ്കല്പമല്ല, സത്യമാണ്. ഈശ്വരനുണ്ട്. കാണണം എന്ന് അന്വേഷിച്ച് യാത്ര തിരിക്കുന്നവർക്ക് ആദ്യം അനുഭവിക്കാൻ സാധിക്കും, പിന്നെ കാണാനും സാധിക്കും. ദൈവമില്ല എന്ന് പറയുന്നത് അജ്ഞാനമാണ്. ഈശ്വരനുണ്ട്. ഇന്നലെ ഇവിടെ ശങ്കരാചാര്യരുടെ വേണി തത്വം വിശദീകരിച്ചു. നിങ്ങൾ കേട്ടോ? കേട്ടു. അതിൽ മൂന്നാമത്തെ സെറ്റ് മുടിയെ കാണാൻ സാധിച്ചോ? ഇല്ല. പക്ഷെ ഉണ്ടോ? ഉണ്ട്. ഇതം പ്രോക്തം മൈഗണ ഇതം പ്രോക്തം സൂത്രേ മണിഗണ ഇവ. ഒരു മാലയിൽ മുത്തുക്കളെ ഒരു നൂല് പിടിച്ചു നിൽക്കുന്നത് പോലെ, നൂലിനെ കാണാൻ പറ്റില്ല, പക്ഷെ ആ നൂലാണ് ഈ എല്ലാ മുത്തുക്കളെയും കോർത്ത് പിടിച്ചിരിക്കുന്നത്. നൂല് പൊട്ടിയാൽ മുത്തുക്കളെല്ലാം താഴെ വീഴും. എൻ്റേതും എന്നെയും ഈ ലോകത്തിനെ എല്ലാം പിടിച്ചു നിർത്തി വെച്ചിരിക്കുന്നത് ദൈവമാണ്. പക്ഷെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? കാണാനുള്ള യോഗ്യത എനിക്കില്ല. ഇപ്പൊ ഇരുന്ന ഇരിപ്പില് കേരള മുഖ്യമന്ത്രിയെ കാണണമെന്ന് വിചാരിച്ചാൽ നടക്കോ? ഇല്ല. പ്രധാനമന്ത്രിയെ കാണണമെന്ന് വിചാരിച്ചാൽ നടക്കോ? അതിന് ഉള്ള യോഗ്യത നമ്മൾ നേടണം. എന്താണ്? അപേക്ഷിക്കണം, കത്ത് കൊടുക്കണം, അവരനുവദിക്കണം, ഒരു സമയം തരും. അതിന് ചില മുൻ നിയമങ്ങളുണ്ട്. അതിൽ കൂടെ പോയാൽ കാണാൻ സാധിക്കോ? അതേപോലെ ദൈവത്തിനെ കാണണമെങ്കിൽ നമുക്കും ചില മുൻ യോഗ്യതകളുണ്ട്. എന്താണ്? ദിവസവും നാമം ജപിക്കണം, ഹൃദയം ശുദ്ധമായിരിക്കണം, മത്സ്യമാംസാദികൾ ഭക്ഷണം ഒഴിവാക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ ദൈവത്തിനെ കാണൂ. അല്ലാതെ ഇരുന്നിട്ട് സിഗരറ്റും വലിച്ചിട്ട് കൃഷ്ണനുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ എത്ര പേരാ തികഞ്ഞ സസ്യമുക്ക്? ഓക്കെ, പൂർണ്ണമായ സസ്യമുക്കാവാത്തവരുണ്ടോ? ഉണ്ട്. അപ്പൊ അടുത്തുള്ള കാര്യം പറയണോ വേണ്ടേ? പറയണം. നാളെ വരുമോ? അതായത് ഭാരതീയർക്ക്, സനാതന ധർമ്മ സംസ്കാരത്തിൽ ഉള്ളവർക്ക് മത്സ്യമാംസ ഭക്ഷണമേ പറഞ്ഞിട്ടില്ല. മാംസഹ, സംസ്കൃത വാക്കിൽ മാംസം എന്ന് പറഞ്ഞാൽ മാംസഹ, ഞാൻ നീ ആയിക്കൊള്ളാം. മുഹമ്മദിയർ, മുസ്ലിംകൾ ഹലാൽ, കോഴിയെ വെട്ടുമ്പോൾ പ്രാർത്ഥിക്കോ? കോഴിയെ കുറുക്കനെയൊക്കെ വെട്ടുമ്പോൾ പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കും. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അത് തെറ്റാണെന്ന് അറിയുന്ന കൊണ്ട് പ്രാർത്ഥിച്ചു വെട്ടും. തക്കാളിയും തേങ്ങയും വെട്ടുമ്പോൾ പ്രാർത്ഥിക്കോ? പ്രാർത്ഥിക്കില്ല. വെട്ടിയാ തെറ്റില്ല. മുസ്ലിംസ് വെട്ടി പ്രാർത്ഥിച്ച് വെട്ടിയെങ്കിലും തിന്നു. ഹിന്ദുക്കൾ അതുമില്ല, മൊത്തത്തിലും തിന്നു. ഹിന്ദുക്കളെല്ലാം കലികാലത്തിൽ ജന്തുക്കളായി മാറിയിരിക്കുകയാണ്. അപ്പോ മാംസഹ, ഞാൻ നീ ആയിക്കൊള്ളാം. അതായത് ആടിൻ്റെ അടുത്ത് പറയാ, എൻ്റെ പ്രിയപ്പെട്ട ആട് സഹോദര, എനിക്ക് എൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഒരു പ്രാവശ്യം വെട്ടി തിന്നോളാം. നീ 7 തവണ മനുഷ്യനായി ജനിച്ച് എന്നെ വെട്ടി തിന്നോ. ഈ ഒരു അഗ്രിമെന്റ്, ഒപ്പന്തം, ഈ ഒരു ഡീലിന് പേരാണ് മാംസഹ, ഞാൻ നീ ആയിക്കൊള്ളാം. മനസ്സിലായോ? അപ്പൊ മാംസം കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഞാൻ അഗ്രിമെന്റ് സൈൻ ചെയ്തോ എന്നാണ് അർത്ഥം. എന്താണ് അഗ്രിമെന്റ്? എന്താണ്? ഞാൻ കോഴിയായിക്കോളാം, ഞാൻ ആടായിക്കോളാം, നീ വെട്ടിക്കോ. കാരണം മനുഷ്യരുടെ ഭക്ഷണക്രമത്തിലേ മത്സ്യമാംസാദികളില്ല. ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയരുടെ ഭക്ഷണക്രമത്തിൽ ഇല്ല. വല്ലപ്പോഴും ഒന്ന് കഴിക്കും. അഥവാ കഴിച്ചാൽ പോലും വീട്ടിനകത്ത് കയറ്റത്തില്ല. പറമ്പിൽ കൂടെ വന്ന് അവിടെ മുത്തശ്ശി എന്ന് പറയും, കിണറ്റിൻ്റെ അടിയിൽ ചെന്ന് ഉടുത്ത വസ്ത്രത്തോട് വെള്ളം കോരി ഒഴിച്ചിട്ട് എവിടെ വിടത്തുള്ളൂ? വീട്ടിനകത്ത് കടത്തി വിടത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ 1960-70കളിൽ എന്തായി? പറമ്പിലൊരു ചട്ടി ഉണ്ടാകും മത്സ്യമാംസാദികൾ പാചകം ചെയ്യാൻ. അപ്പൊ അവിടെ തിന്നിട്ട് അവിടെ കുളിച്ചിട്ട് വേണം വീട്ടിൽ വരാൻ. പിന്നെ 80കളിൽ ഈ ചട്ടിക്ക് കയ്യും കാലും വന്നു. അത് പതുക്കെ അടുക്കളയ്ക്കകത്ത് വന്നു നടന്നു.
അപ്പൊ അടുക്കളയ്ക്കകത്ത് 2 ചട്ടി ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സസ്യാഹാരത്തിന് ഒരു ചട്ടി, മാംസാഹാരത്തിന് ഇനിയൊരു പാത്രം. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പുരോഗമിച്ച് ഇപ്പൊ എല്ലാം ഒന്നായി. എത്ര പേര് സമ്മതിക്കുന്നു? എല്ലാവരും സമ്മതിക്കും. മാംസഭക്ഷണം മനുഷ്യന്റെ ഭക്ഷണക്രമത്തിലില്ല. 8ാം ക്ലാസ്സിലും 6ാം ക്ലാസ് 7ാം ക്ലാസ്സിൽ ഹിസ്റ്ററിയിൽ പഠിച്ചവർക്ക് അറിയാൻ പറ്റും. ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? തോക്കിന്റെ ഉണ്ടയിൽ മൃഗങ്ങളുടെ കൊഴുപ്പ് പുരട്ടി കൊടുത്തു എന്ന് വായിച്ച ഓർമ്മയുണ്ടോ പുസ്തകത്തിൽ എവിടെയെങ്കിലും? ഭാരതീയരത് ഉപയോഗിക്കില്ലായിരുന്നു. അതുകൊണ്ട് നിർബന്ധിച്ചാണ് ഈ ഭക്ഷണക്രമം ഇന്ത്യയിൽ വന്നത്. ഇന്ന് അങ്ങനെയല്ല, രാവിലെ 7 മണിക്കേ തുടങ്ങും. അതായത് ഇത് ഹൈന്ദവ സംസ്കാരത്തിലുള്ള ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ബൈബിളിലും ഖുറാനിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ബൈബിളിൽ ഒരു വരിയുണ്ട്, അതായത് മനോഹരമായ വരി. അവിടെ ചെമ്മരിയാടിനെ ബലി കൊടുക്കാനായിട്ട് കെട്ടിവെച്ചിട്ടുണ്ടാകും. അപ്പോ ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തു മലയ്ക്ക് മേലെ കയറി കൽവിളക്കുകളെല്ലാം പൊട്ടിച്ചിട്ടിട്ട് ഈ ചെമ്മരിയാടിനെ അഴിച്ചുവിടും. ഇവർ കുരുതി കൊടുക്കാൻ വച്ചിരിക്കുകയാണ്. അപ്പൊ പറയും, നിങ്ങളുടെ കൈകളിൽ ചോര പടിഞ്ഞിരിക്കാണ്, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല എന്ന് ഒരു വരി ബൈബിളിലുണ്ട്. മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ലെന്ന് ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. ഖുറാനിൽ ഒരു വരിയുണ്ട്, ഏതൊരു വ്യക്തി തൻ്റെ ആമാശയത്തിനെ ശ്മശാനമാക്കുമോ അവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കില്ല. ആമാശയം എപ്പോൾ ശ്മശാനാവും? എപ്പാവും? ഇതിനൊക്കെ പിടിച്ചകത്തിട്ടാൽ അവന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കത്തില്ല. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, ആചാരങ്ങളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മത്സ്യമാംസാദി ഭക്ഷണം പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചിട്ട് അടച്ചു വെച്ചിട്ട് കഴിക്കും. ഇംഗ്ലീഷിൽ പറയും, യു ആർ വാട്ട് യു ഈറ്റ്. നീ എന്ത് കഴിക്കുന്നു അത് നീയായി മാറിത്തീരും. അല്പം മദ്യം ഉള്ളിൽ ചെന്നാൽ ബോധത്തിൽ മാറ്റം ഉണ്ടാവും. മത്സ്യമാംസാദികൾ, ചോരയും മാംസവും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ ബോധവും മാറും. പുരാണങ്ങളിൽ പറയുന്നു, മനുഷ്യന്റെ അടുത്ത് നീ മാംസഭക്ഷണം കഴിച്ചില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ ജനിക്കുമ്പോൾ നിനക്ക് 4 കൈ കിട്ടും. മാംസഭക്ഷണം കഴിച്ചാൽ അടുത്ത ജന്മത്തിൽ നിനക്ക് 4 കാല് കിട്ടും. 4 കാല് വേണോ 4 കൈ വേണോ? മാംസഭക്ഷണം കഴിച്ചാൽ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എന്ത് കിട്ടും? 4 കാല് കിട്ടും. മാംസഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ എന്ത് കിട്ടും? 4 കൈ വേണം, 4 കാല് വേണം. വ്യക്തമായി പറയുന്നുണ്ട്. തിരുക്കുറൾ, തിരുവള്ളുവർ തമിഴിൽ പോലും 3000 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലാനൈ പുലാലൈ മറുത്താനൈ എല്ലാ ഉയിരും കൈകൂപ്പി തൊഴും. തിരുക്കുറൾ കണ്ടിട്ടുണ്ടോ? കൊല്ലാനൈ ജീവികളെ കൊല്ലാത്തവനെ, പുലാലൈ മറുത്താനൈ ഈ മാംസഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞവനെ എല്ലാ ഉയിരും കൈകൂപ്പി തൊഴും. എല്ലാ ജീവജാലങ്ങളും അവനെ വണങ്ങും. അതും നാമം ജപിക്കുന്നവർ, ഭക്തജനങ്ങൾ തീർച്ചയായിട്ടും മത്സ്യമാംസ ഭക്ഷണം കഴിക്കാൻ പാടില്ല. എത്ര പേര് നാളെ സത്സംഗത്തിന് വരും? ഇതൊക്കെ ക്രമേണ വിടണം. നമ്മുടെ ജീവിതത്തിൽ മത്സ്യമാംസ ഭക്ഷണമേ പറഞ്ഞിട്ടില്ല. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ ഗോവിന്ദ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി. ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ
ശ്രീമദ് ഭാഗവതം കീ. ഇപ്പം നമ്മൾ വരാഹ അവതാരത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവമുണ്ട്, സങ്കല്പമല്ല, സത്യമാണ്. അനോർ അനിയാൻ, അണുവിലും വെച്ച് ചെറുതും, മഹതോ മഹിയാൻ, വലുതിനേക്കാളും വലുതുമാണ്. ഒരു നിരീശ്വരവാദി ഉണ്ടായിരുന്നു, മരിച്ചുപോയി. കോവൂർ, കേരളത്തിൽ, കേട്ടിട്ടുണ്ടോ? അത് ശരി. അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ആര് വായിച്ചിട്ടുള്ളത്? കോവൂരുടെ. നേരെ നരകത്തിൽ പോകും. ദൈവമില്ല. നിരീശ്വരവാദ സംഘടന ആദ്യമായിട്ട് ഭാരതത്തിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്തതെന്ന് അറിയാമോ? ദൈവമില്ല നാസ്തികരുടെ സംഘടന, നിരീശ്വരവാദ സംഘടന ഭാരതത്തിൽ ആദ്യം എവിടെയാ തുടങ്ങിയെന്നറിയാമോ? എവിടെയാണ്? കേരളത്തിൽ. താങ്ക് യു വെരി മച്ച്. കേരളത്തിലാണ് തുടങ്ങിയത്. കോവൂരാണ് ആദ്യം തുടങ്ങിയത്. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? 2 ചോദ്യം ചോദിച്ചു. ഒന്ന്, ദൈവത്തിന് തൂക്കാൻ പറ്റാത്ത ഒരു കല്ല് നിർമ്മിക്കാൻ പറ്റുമോ? ഭയങ്കര ചോദ്യമാണ്. മനസ്സിലായോ? ഈശ്വരന് സ്വയം തൂക്കാൻ സാധിക്കാത്ത ഒരു പാറക്കഷ്ണം ദൈവത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ? എന്ത് ചോദ്യം! രണ്ടാമത്തെ ചോദ്യം, ഒരു ക്ഷേത്രത്തിൽ കാണിക്ക വഞ്ചി മോഷണം പോയി. അപ്പോൾ കൺമുമ്പേ ഉള്ള കാണിക്ക വഞ്ചിയെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ദൈവമാണോ ഈ നാട്ടുകാരെ എല്ലാം സംരക്ഷിക്കാൻ പോയത്? ചോദ്യം കണ്ടില്ല. ഇവരെനിക്ക് തോന്നുന്നു ഇരുന്ന് ആലോചിക്കുന്നാണ് തോന്നുന്നത്. കാണിക്ക വഞ്ചി പോലും സംരക്ഷിക്കാൻ പറ്റാത്ത ഈശ്വരൻ ദൈവത്തിനെ എല്ലാം സംരക്ഷിക്കാൻ സാധിക്കും. ഈ പ്രപഞ്ചം മുഴുവനും ആരുടെയാണ്? അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശ്രീ പത്മനാഭസ്വാമി. ഈ 7 14 ലോകവും അണ്ടചരാചരങ്ങളും എല്ലാം ആരുടെയാ? ഭഗവാന്റെ. ഇല്ലേ? ശരി. പാലക്കാടിൽ ദേവി നഗറിൽ 7ാമത്തെ വീട്ടിൽ അലമാറയ്ക്കകത്ത് സ്വർണ്ണമുണ്ട്. ഈ പാലക്കാട് ദേവി പിരായിരി ദേവി നഗർ 7ാമത്തെ വീട്ടിൽ നിന്ന് ഒരു കള്ളം മോഷ്ടിച്ച് മലപ്പുറത്ത് 15ാം നമ്പർ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. ആ വീട് എവിടെയാ ഉള്ളത്? എല്ലാം ഭൂമിയിലാണ്. ദൈവം വിഷമിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഇപ്പുറത്ത് എല്ലാ ഈ ഭൂമിയിൽ നിന്നോ പ്രപഞ്ചത്തിൽ നിന്നോ അണ്ടചരാചരങ്ങളിൽ നിന്ന് വെളിയിൽ മോഷ്ടിച്ചോണ്ട് ആർക്കെങ്കിലും ഓടാൻ പറ്റുമോ? കള്ള ഇപ്പുറത്ത് നിന്ന് അപ്പുറത്ത് വെക്കുക. എവിടെ വെച്ചാലും ഭൂമിക്കകത്തല്ലേ. ദൈവം വിഷമിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലേ? ഇതെല്ലാം ഈശ്വരൻ്റെയാ. പക്ഷേ ദൈവം അർച്ചവിഗ്രഹമായി വരുമ്പോൾ 8 വയസ്സ് ബാലനായി നമ്മുടെ സേവനം സ്വീകരിക്കാൻ വരുന്നു. ആന കുനിയാതെ ആനപ്പുറത്ത് കയറാൻ പറ്റുമോ? ആന സമ്മതിച്ചു കൊടുക്കാതെ ആർക്കെങ്കിലും ആനപ്പുറത്ത് കയറാൻ പറ്റുമോ? ആനപ്പുറത്ത് കയറിയ പരിചയം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ? ആര് കയറ്റി? ജീവനുള്ള ആന. അത് ശരി. മാതാജി കയറി? ചെറുപ്പത്തിൽ കയറി. ആന സമ്മതിക്കാതെ ആർക്കും തന്നെ ആനപ്പുറത്ത് കയറാൻ പറ്റില്ല. കയറാൻ പറ്റുമോ? ആന കുനിഞ്ഞ് ഒരു കാലും അങ്ങ് നീട്ടി വെച്ച് കൊടുത്താല് നമുക്കതിൻ്റെ ചെവിയിൽ പിടിച്ച് കയറാം. ആന കുനിഞ്ഞാലേ ആനപ്പുറത്ത് കയറാൻ പറ്റൂ. അല്ലാതെ ആർക്കും, അഥവാ നമ്മൾ ചാടിയാലും അത് ഒരു തട്ട് തന്നാൽ മതി, നമ്മൾ നിലത്ത് കിടക്കും. അതേപോലെ ദൈവത്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഭക്തജനങ്ങൾ ആരാധിക്കാനും അവരുടെ ആരാധന സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ അർച്ചവിഗ്രഹ രൂപത്തിൽ വരികയാണ്. 8 വയസ്സ് ബാലനായി ഒരു വിഗ്രഹ രൂപത്തിൽ വരുന്നുണ്ട്. അർച്ചയെ വിഷ്ണു ശിലാതിർ ഗുരുഷു നരമതിർ വൈഷ്ണവേര ജാതിബുദ്ധി യസ്യവാ നരകിസ്സഹ. ഭഗവാന്റെ ശിലയെ, ഒരു വിഗ്രഹത്തിനെ കല്ലെന്ന് വിചാരിക്കുന്നവൻ, അർച്ചയെ വിഷ്ണു ശിലാതിർ, വിഷ്ണുവിൻ്റെ വിഗ്രഹത്തിനെ കല്ലെന്ന് വിചാരിക്കുന്നവൻ, ഗുരുസു നരമതിർ, ഗുരുവിനെ മനുഷ്യനായി കാണുന്നവൻ, വൈഷ്ണവേര ജാതിബുദ്ധി, ആധ്യാത്മിക വ്യക്തികളുടെ ജാതി നോക്കുന്നവൻ, ഇവൻ താഴ്ന്ന ജാതി എന്ന് നോക്കുന്നവൻ, യസ്യവാ നരകിസ്സഹ, അവൻ നരകത്തിലാണ് വാഴ്ന്നുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മുടെ സേവനം സ്വീകരിക്കാൻ വിഗ്രഹമായി വന്നിരിക്കുകയാണ്. ആന കുനിഞ്ഞു തരുന്നത് പോലെ. അപ്പ വിഗ്രഹത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ്? നമ്മുടെയാണ്.
മോഷണം അമ്പലത്തിൽ കാണിക്ക വഞ്ചി മോഷണം പോയാൽ ദോഷം നമുക്കാണ്, ദൈവത്തിനല്ല. കാരണം ദൈവത്തിൻ്റെ കയ്യിലിരുന്ന് ആർക്കുമേ മോഷ്ടിക്കാൻ സാധിക്കില്ല. ആർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് വെക്കാനേ പറ്റും. ഈശ്വരനുണ്ട്. ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നു അയാൾ പാലക്കാടുകാരനാണെന്ന് സംശയം. ദൈവവിശ്വാസം ഇല്ല. ആ കൃഷിക്കാരന് മത്തങ്ങയാണ് കൃഷി, പംകിൻ, മത്തങ്ങ കൃഷി. ഭാര്യയ്ക്കാണെങ്കിൽ നല്ല ദൈവവിശ്വാസം, എന്നും നാമം ചൊല്ലും. അപ്പം ഇദ്ദേഹം ഒരു ദിവസം കവാലയിൽ ചന്തയ്ക്ക് എല്ലാം വിൽക്കാൻ പോവാം. മത്തങ്ങയല്ല, മത്തങ്ങ ചെടി കണ്ടിട്ടുണ്ടോ? വള്ളി, ചെറിയ വള്ളി, ക്രീപ്പർ വള്ളിച്ചെടിയിൽ വലിയ മത്തങ്ങ. ഇതെല്ലാം കാളവണ്ടിയിൽ കയറ്റിയിട്ട് ഇയാൾ ചന്തയിൽ വിൽക്കാനായിട്ട് പോകുന്നു. ഭാര്യ പറഞ്ഞു, പോകുന്ന വഴിക്കെല്ലാം രാമരാമ എന്ന് നാമം ചൊല്ലിയിട്ട് പോകൂ. അപ്പം കൃഷിക്കാരൻ പറഞ്ഞു, വീട്ടിൽ ഒരു ഭ്രാന്ത് മതി, അത് നീയുണ്ട് ധാരാളം. നാമം ജപിക്കുന്നവരെ, ഭക്തരെ വീട്ടുകാർ ഭ്രാന്താണെന്ന് വിളിച്ച അനുഭവം ഇവിടെ എത്ര പേർക്കുണ്ട്? കുറേ പേർ അല്ലേ? ഭക്തരെ വീട്ടുകാർ ഭ്രാന്തെന്ന് വിളിക്കും, നമ്മൾ അവരെ ഭ്രാന്തെന്ന് വിളിക്കും. ചുരുക്കത്തിൽ ആർക്കാന്നറിയില്ല. ശരി. അപ്പോൾ ഇദ്ദേഹം കൃഷിക്കാരൻ മത്തങ്ങയെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ട് പോകുന്ന വഴിക്ക് ഒന്ന് ഉച്ചയായി, വിശന്നു. വലിയ ഒരു ആലിൻ്റെ ചോട്ടിൽ ഇരുന്നു കഴിക്കാനായിട്ട്. വലിയ ആലിൻ്റെ ചോട്ടിൽ നല്ല ഭക്ഷണപ്പൊതിയൊക്കെ കഴിച്ചു, വയറ് നിറയെ കഴിച്ചു. ചെറിയൊരു മയക്കം, ഒരു ഉറക്കം, ക്ഷീണം. ആലിൻ്റെ ചോട്ടിൽ കിടന്നപ്പോൾ ആലിൻ്റെ പഴങ്ങൾ കണ്ടോ? ആലിൻ്റെ പഴം കണ്ടിട്ടുണ്ടോ? ചെറിയ പഴം. അപ്പം ഈ കൃഷിക്കാരൻ വിചാരിച്ചു, ദൈവം മഹാമണ്ടനാണ്, ദൈവത്തിന് ബുദ്ധിയില്ല. ചെറിയ വള്ളിയിൽ ഇത്ര വലിയ മത്തങ്ങയെ പിടിപ്പിച്ചിട്ടുണ്ട്, വലിയ ആലിൽ കുട്ടി കുട്ടി പഴം. ഒരു മാച്ചിങ് വേണ്ടേ? മെലിഞ്ഞ മനുഷ്യന് വലിയ തലയുണ്ടെങ്കിൽ വൃത്തികേട്. അപ്പം ഞാൻ ദൈവമാണെങ്കിൽ മത്തങ്ങയെല്ലാം എടുത്ത് ആലി വെക്കും, ആലിൻ്റെ പഴം എടുത്ത് വള്ളിച്ചെടിയിൽ വെക്കും. യുക്തിയാണ്, അതൊരു യുക്തിയാണ്. അവൻ ചിന്തിച്ചു. നല്ല ഉറക്ക ക്ഷീണം, കണ്ണന്ന് മയങ്ങി. ഒരു കാറ്റ്, ആലിൻ്റെ ഒരു പഴം വന്ന് അയാളുടെ തലയിൽ വീണു. ആ കൃഷിക്കാരൻ വിചാരിച്ചു, മത്തങ്ങ വന്ന് വീണിരുന്നെങ്കിലോ? ആർക്കാ ബുദ്ധി? ദൈവത്തിനാ കൃഷിക്കാരൻ? അചിന്ത്യ, ആദിത്യവർണം, അചിന്ത്യരൂപം. നമ്മുടെ ചിന്തയ്ക്ക് അപ്പുറത്താണ് ദൈവം. അചിന്ത്യ, നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തിനെ അളക്കാൻ സാധിക്കില്ല. അദ്വൈതം അച്യുതം അനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദേഷു ദുർലഭം അദുർലഭം ആത്മഭക്തോ ഗോവിന്ദവാദി പുരുഷം തമഹം ഭജാമി. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. ദൈവം ഏറ്റവും പഴയതാണ്, എന്നാൽ പുതിയതാണ്. എണീറ്റ് നിന്ന് പ്രഭുയുടെ പേരെന്താ? ആദിത്യൻ. ആദിത്യന് നല്ല വണ്ണമാണ്, പക്ഷെ മെലിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറയാൻ പറ്റുമോ? നല്ല വണ്ണമാണ്, പക്ഷെ മെലിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയാൻ പറ്റുമോ? 10 പ്രാവശ്യം എണീറ്റിരിക്കുമ്പോൾ വെയിറ്റ് കുറയും. അതായത് ആദ്യം പുരാണ പുരുഷം, പഴയ ആളാ ദൈവം. നവയൗവനം ച, എന്നാ പുതിയ ആളാ. വയസ്സനാ, പക്ഷെ ചെറുപ്പക്കാരനാണ്. ധനാട്യനാ, പക്ഷെ ഭിക്ഷക്കാരനാണ്. സുന്ദരിയാ, കാണാൻ കൊള്ളത്തില്ല. ഇങ്ങനെ പറയാൻ പറ്റും? രണ്ടും ഒരാൾക്ക് പറയാനേ സാധിക്കില്ല. അത് ദൈവത്തിന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പഴയതാണ്, എന്നാൽ ചെറുപ്പക്കാരനാണ്. ആദ്യം ആദ്യത്താളാ പുരാണ പുരുഷൻ, പഴയതാ. നവയൗവനം ച, എന്നാൽ പുതിയതാ. എങ്ങനെയാ? ആചാര്യന്മാർ വിശദീകരിക്കുന്നു. സൂര്യനെയും സൂര്യന്റെ കിരണങ്ങളെയും പോലെ സൂര്യൻ പഴയതാ, സൂര്യകിരണം പുതിയതാ. സൺ വളരെ ഓൾഡ്, പക്ഷേ സൺ റേസ് പുതിയതാണ്. ഇത് ദൈവത്തിന് മാത്രമേ ചേരുള്ളൂ, മനുഷ്യർക്ക് ഇത് പറയാനേ പറ്റില്ല. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച വേദൈശ്ച സുദുർലഭം അദുർലഭം. വേദങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതും എന്നാൽ മനസ്സിലാക്കാൻ പറ്റാത്തതുമായ പരമസത്യം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. ഭഗവാന് മാത്രമേ പറയാൻ. എനിക്ക് തോന്നുന്നു ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ദൈവം ഇല്ല എന്നങ്ങ് തീരുമാനിക്കാം. ഈശ്വരനുണ്ട്.
കാണണം എന്ന് അന്വേഷിച്ച് യാത്ര തിരിച്ചാൽ കാണാൻ സാധിക്കും. ദൈവത്തിനെ കാണാൻ 2 നിയമങ്ങളെ ആചരിക്കേണ്ടതുള്ളൂ. ഞാൻ പറഞ്ഞു 2 എണ്ണം. എന്തൊക്കെയാണ്? ഈശ്വരനെ കാണാൻ 2 നിയമങ്ങളെ നമുക്ക് ആചരിക്കേണ്ടതുള്ളൂ. എന്തൊക്കെയാണ്? നാമജപം, രണ്ടാമത്തെ എന്താണ്? സസ്യവും. സൗണ്ട് വരുന്നില്ലല്ലോ. വെജിറ്റേറിയൻ ആവണം. ഓക്കെ, എന്നാലേ ഈശ്വരനെ കാണാൻ പറ്റുള്ളൂ. അച്ഛന് 2 മക്കളാണ്. ഒരു മകൻ നല്ല ആരോഗ്യവാനും ശക്തിമാനും. ഇനി ഒരാള് അംഗവൈകല്യം സംഭവിച്ചത്, ഒരു ഹാൻഡിക്യാപ്റ്റാണ്. അച്ഛന് പ്രത്യേക മമത, സ്നേഹം ആരെടുത്ത് കാണും? നല്ല ആരോഗ്യമായ ദൃഢഗാത്രമായ പുഷ്ടിയോടെ ഒരു മകൻ, അംഗവൈകല്യം സംഭവിച്ച ശോഷിച്ച ഒരു മകൻ. അച്ഛൻ്റെ പ്രത്യേക ശ്രദ്ധയും കാരുണ്യവും ആരുടെ പുറത്തായിരിക്കും? അംഗവൈകല്യം സംഭവിച്ച ആളെടുത്ത്, ഇല്ലേ? അപ്പോൾ ദൃഢഗാത്രമായ ആരോഗ്യമുള്ള മകൻ അംഗവൈകല്യം സംഭവിച്ചവനെ തല്ലിയാൽ അച്ഛന് ഇഷ്ടപ്പെടുവോ? ഇല്ല. ജീവികളിൽ ഉയർന്നത് പുരുഷജന്മം, മനുഷ്യജന്മം. അവർ താഴെയുള്ള മൃഗങ്ങളെ പിടിച്ചു തിന്നാൽ പരമപിതാവിന് ഇഷ്ടപ്പെടുവോ? ഒരിക്കലും. ഇത്രയും പറഞ്ഞിട്ടും വെജിറ്റേറിയൻ ആയില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അനോരണിയാം അനിയാം മഹതോ മഹിയ. അണുവിലും അണു. എന്താ സംഭവിച്ചത്? ആദ്യത്തെ 2 അസുരന്മാർ ഭൂമിയിൽ ജാതരായി. ആരാണ് പ്രപഞ്ചത്തിലുണ്ടായ ആദ്യത്തെ 2 അസുരന്മാർ? ഹിരണ്യാക്ഷനും ഹിരണ്യകശിപു, 2 അസുരന്മാർ. ഈ കുഞ്ഞുങ്ങൾ അസുരനാവാൻ കാരണം ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുവിയുടെയും അമ്മയുടെ പേരെന്താ? സാവിത്രിയാണ്. ഹിരണ്യാക്ഷന്റെയും ഹിരണ്യകശിപുയുടെ അമ്മയുടെ പേര് ദിതി. കശ്യപ മഹർഷിക്ക് 2 പത്നിമാർ, അദിതി, ദിതി. അതിഥിയിൽ ജന്മം കൊണ്ടവരെല്ലാം ദേവഗണങ്ങൾ, ദിതിയിൽ ജന്മം കൊണ്ടവരെല്ലാം അസുരഗണങ്ങൾ. ഈ കുഞ്ഞുങ്ങൾ അസുരന്മാരായി ജനിക്കാൻ കാരണം ദിതി. ദിതി ഗർഭവതിയായിരുന്ന സമയത്ത് അതിഥി പ്രസവിച്ചു. അസൂയ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം പറയണം. നമ്മുടെ കൂടെ ഉള്ളവർ, സഹോദരൻ സഹോദരിമാർ, കൂടെ ജോലി ചെയ്യുന്നവർ, തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന അയലക്കത്തിലുള്ള ആൾക്കാരും, നമ്മളെക്കാളും ധനത്തിൽ ഉയർന്ന് 2 വീട് 3 വീട് വാങ്ങിച്ചു, 4-5 വണ്ടി വാഹനം വാങ്ങിച്ചു, ജീവിതത്തിൽ ഉയർന്നു പോകുന്നു. നമ്മൾ അതേ സ്ഥലത്താ. ഒരു ചെറിയ കുത്തു മനസ്സിനകത്ത് അസൂയ എത്ര പേർക്കുണ്ടാകും? 4-5 പേർക്ക് മാത്രമേ ഉണ്ടാവൂ. രാം കൃപാലു പ്രഭു ഉണ്ടാവോ? അസൂയ ഇല്ലാത്ത ഒരേ വേദി ഈ വേദിയാണ്. അസൂയയില്ലാത്ത ഒറ്റ വേദി ഇവിടെ മാത്രമേ ഉള്ളൂ. ഉദാഹരണം, രാം കൃപാലു പ്രഭു കൈ ഉയർത്തിക്ക. അദ്ദേഹം ഒരു തുണിക്കട നടത്തുന്നെന്ന് വിചാരിച്ചോളൂ. കണ്ണോട്ടുകാവ് ദേവി ടെക്സ്റ്റൈൽസ് ഒരു തുണിക്കട തുടങ്ങി. നല്ല കച്ചവടം, ഉഗ്രൻ കച്ചവടം, ഗംഭീരം, പൈസ ഇപ്പോഴും ഒരുപാട് പൈസ, ഇങ്ങനെ കാശുണ്ട്. ഒരു ദിവസം ഗ്രാമത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ ജ്യേഷ്ഠൻ നല്ല തുണിക്കട, പൈസയാ. ഉടനെ അനുജനും വിചാരിച്ചു എനിക്കും ഇതുപോലെ കച്ചവടമൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കണം. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഇദ്ദേഹത്തിൻ്റെ കടയ്ക്ക് തൊട്ട് മുന്നിൽ കണ്ണോട്ടുകാവ് ന്യൂ ദേവി ടെക്സ്റ്റൈൽസ് ഒരു കട തുടങ്ങി, കച്ചവടം തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാവോ? ചെറിയൊരു വിഷമം ഉണ്ടാവോ? എന്തുണ്ടാവും? വലിയ വിഷമം ഉണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ലോകത്തിൽ ആര് ചെയ്താലും നമുക്ക് വിഷമം വരും. ഇവിടെ കൂടിയിരിക്കുന്നതിൽ കൂടുതലും സ്ത്രീജനങ്ങളാണ്. സ്ത്രീജനങ്ങൾ തുണിയെടുക്കാൻ പോകുന്ന ഭർത്താക്കന്മാർ കണ്ടിട്ടുണ്ടോ? ദുഃഖ കഥാപാത്രമായി അവിടെ അവർ വന്ന് ചോദിക്കും ഇത് കൊള്ളാം, അത് എല്ലാം കൊള്ളാം, എല്ലാം എടുത്തു. മണിക്കൂറുകൾ കഴിഞ്ഞ് ബില്ലിടാൻ പോകുമ്പോൾ ആ ബൊമ്മയുടെ കയ്യിലുള്ളതും കൂടെ ഊരിക്കൊണ്ടുവരും.
അത്ര സന്തോഷത്തിൽ ആ വസ്ത്രം അണിഞ്ഞ് നമ്മൾ റോട്ടിൽ നടക്കുമ്പോൾ അതേപോലെ അതേ ഒരു വസ്ത്രം ഇനിയൊരാൾ ഇട്ടിട്ട് പോയാൽ എങ്ങനെ ഇരിക്കും? ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇനി ഒരാൾ ചെയ്താൽ നമുക്ക് അസൂയ ഉണ്ടാകും. അതേ സമയം ഇവിടെ 100, ഇപ്പൊ നമ്മൾ 400-500 പേര് ഇവിടെ ഇരുന്ന് ഭജന ചെയ്യാൻ, ഇനി ഒരു 100 പേരും കൂടെ വന്ന് ഭജനയിൽ കൂടി സന്തോഷം വരോ അസൂയ വരോ? ഇവിടെ മാത്രമേ അസൂയയില്ലാതെ ഉള്ളൂ. ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഇനി ഒരാൾ ആരെന്ത് ചെയ്താലും നമുക്ക് എന്തുണ്ടാകും? അസൂയ ഉണ്ടാകും. അതിഥി പ്രസവിച്ചു, ദിതി ഗർഭവതിയാണ്, ദിതിക്ക് പ്രസവമായില്ല, മൂത്ത ഭാര്യ പ്രസവിച്ചു, അതുകൊണ്ട് ദിതിക്ക് അസൂയയായി. അസൂയ കൊണ്ട് ഞാൻ എന്താ പ്രസവിക്കാത്ത, എനിക്ക് കുട്ടികൾ ഉണ്ടാകും എന്ന അസൂയ ചിന്ത വളരെ, ഇത് സയൻസാണ്, ഇത് ശാസ്ത്രമാണ്. വളരെ ശ്രദ്ധിക്കണം. ഭാഗവതം പറയുന്നത് അമ്മയുടെ വയറ്റിനകത്ത് 2 ബാഗുണ്ട്, 2 സഞ്ചിയുണ്ട് അമ്മയുടെ വയറ്റിനകത്ത്. ഒന്ന് ഭക്ഷണം കഴിക്കുന്ന സഞ്ചി, ഇനി ഒന്ന് കുഞ്ഞു കിടക്കുന്ന ഗർഭപാത്രം. 2 സഞ്ചിയുണ്ട്. ഈ 2 സഞ്ചിയും പൊക്കിൾ കൊടിയിൽ കൂടെ ബന്ധിച്ചിരിക്കുകയാണ്. അംബിലിക്കൽ കോഡ് പൊക്കിൾ കൊടിയിൽ കൂടെ ബന്ധിച്ചിരിക്കുക. അപ്പൊ കുട്ടി എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത്? പൊക്കിൾ കൊടിയിൽ കൂടെ. അമ്മ കഴിക്കുന്നതെല്ലാം ഈ സഞ്ചിയിലിരുന്ന് ഈ സഞ്ചിയിലേക്ക് പൊക്കിൾ കൊടിയിൽ കൂടെയാ വരുന്നത്. പ്രാണവായു, ലിക്വിഡ് ഓക്സിജൻ, അതും പൊക്കിൾ കൊടിയിൽ കൂടെയാ വരുന്നത്. അമ്മ എന്തെല്ലാം കഴിക്കുമോ അതെല്ലാം കുഞ്ഞിന് ഭക്ഷണമാകും. കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിനകത്ത് 5-ാം മാസം വരെ ഉറങ്ങിക്കിടക്കുകയാണ്. 5-ാം മാസമേ ബോധമുണരുള്ളൂ. തലകുത്തനെ കിടക്കുക. നമ്മളെല്ലാവരും തലതിരിഞ്ഞ് ജനിച്ച ആൾക്കാരാണ്. എല്ലാം തലകുത്തനെ കിടക്കുന്നു. പൊക്കിൾ കൊടിയിൽ കൂടെയാ വരുന്നത്. അമ്മ എന്താ കഴിക്കുക? മുളക് ബജ്ജി, ഉള്ളി വട, പൊള്ളുന്ന ചൂടിൽ ചായ ഊതി ഊതി കുടിക്കും. സത്യത്തിൽ ആ കുഞ്ഞിനത് വിഷമം ഉണ്ടാകും, ഇല്ലേ? പച്ചമുളക് എടുത്ത് തേച്ചാൽ എങ്ങനെ ഇരിക്കും? എരിയില്ല. നല്ല ഉള്ളി വട, മുളക് ബജ്ജി എല്ലാം അടിക്കും. ഈ കുട്ടി എന്ത് ചെയ്യും? അമ്മയുടെ ഗർഭത്തിനകത്ത് ഇങ്ങനെ തിരിയാനും വളയാനും ഒക്കെ തുടങ്ങും. അമ്മ പറയും ബട്ടർഫ്ലൈ എഫക്റ്റാണ്. അവൻ അനുഭവിക്കുക. അമ്മ എന്തെല്ലാം ചെയ്യുമോ അത് കുഞ്ഞിന്റെ സ്വഭാവമായി. 5-ാം മാസം കഴിഞ്ഞ് അമ്മ ചിന്തിക്കുന്നതെല്ലാം കുഞ്ഞിന്റെ ബോധമായി മാറും. ദിതി ചിന്തിച്ചു, അസുര ചിന്തയായി, അസൂയ തോന്നി. അതുകൊണ്ട് ജനിച്ച 2ഉം എന്തായി? അസുര വിത്തുക്കളായി. ഗർഭത്തിനകത്തിരുന്ന് കേട്ട വേറെന്തെങ്കിലും ഉദാഹരണം പുരാണങ്ങളിൽ നിങ്ങൾക്കറിയാമോ? കുഞ്ഞ് അമ്മയുടെ ഗർഭത്തിനകത്തിരുന്ന് കേട്ട ഉദാഹരണം എന്തെങ്കിലും അറിയാമോ? പ്രഹ്ലാദൻ ഭാഗവതം മുഴുവനും എവിടെ ഇരുന്നാ കേട്ടത്? കയാത്തുവിന്റെ ഗർഭത്തിൽ. ശരി, ഇനിയൊരു ഉദാഹരണം അറിയാമോ ഗർഭത്തിനകത്തിരുന്ന് കേട്ടത്? അഷ്ടവക്രൻ വൈദ്യനാഥിരുന്ന കേട്ട? ഓക്കെ, അതെനിക്കറിയില്ല, മേ ബി ഇരിക്കാം, അറിയില്ല. പിന്നെ ഹിരണ്യകശിപു, പരീക്ഷിത്ത്, ഓക്കെ. പിന്നെ അഭിമന്യു, ചക്രവ്യൂഹം എവിടെന്നാ കേട്ടത്? സുഭദ്രയുടെ ഗർഭത്തിനകത്തിരുന്ന. അമ്മ ചെയ്യുന്നതെല്ലാം 5-ാം മാസം കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ശ്രദ്ധിക്കും. അപ്പൊ കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ അവനെ തല്ലിച്ച് കാര്യമില്ല. ആരെ തല്ലണം? അമ്മയെ, അച്ഛനെ, എല്ലാവരും തല്ലണം. അവർ ചെയ്തതാണ് കുഞ്ഞിന്റെ സ്വഭാവമായി മാറിയിരിക്കുന്നത് 5-ാം മാസം കഴിഞ്ഞാൽ. അതുകൊണ്ട് 5-ാം മാസം കഴിഞ്ഞാൽ ഗർഭവതിയായ സ്ത്രീ രാമായണം വായിക്കണം, ഭാഗവതം വായിക്കണം, മഹാഭാരതം. അത് വിട്ടിട്ട് ലോകത്തെയുള്ള എല്ലാ സിനിമയും കണ്ട ഒരു ബിൻ ലാദൻ ജനിക്കും. ഇതൊക്കെ ചെയ്യണം. നാമജപം, ഇതെല്ലാം, ഇത് സത്യം, ഇത് സയൻസാണ്, ഇത് ശാസ്ത്രമാണ്, വെറുതെ പറയുന്നതല്ല. ഇതെല്ലാം കുട്ടി ഗ്രഹിക്കും. ഗർഭത്തിനകത്തിരുന്ന് ഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോ ഇവിടെ ദിതിക്ക് മനസ്സിൽ അസൂയയായി, സഹോദരിയെടുത്ത് മത്സരമായി. അങ്ങനെ അസൂയയായതുകൊണ്ട് ജനിച്ച ആദ്യത്തെ 2 കുട്ടികൾ എന്തായി ജനിച്ചു? അസുരവിത്തുക്കളായി ജനിച്ചു. ഇരട്ടക്കുട്ടികൾ. ഇരട്ടക്കുട്ടികളിൽ ശാസ്ത്രം പറയുന്നത് എന്താണ്? ആദ്യം ജനിക്കുന്നവൻ ഇളയവനും രണ്ടാമത് ജനിക്കുന്നവനുമാണ് സഹോദരൻ, മൂത്തവൻ. ഒരു ഗർഭത്തിനെ പങ്കുവെച്ചവർ സഹ ഉദരൻ, സഹ ഉദരി. ഒരു ഉദരം, ഉദരം വെച്ചാൽ വയർ. ദാമോദരൻ എന്ന് കൃഷ്ണനെ പറയാറില്ലേ? അല്ലേ? ഭഗവാനെ സ്തുതിക്കാറുണ്ട്. ആ ലാസ്റ്റ് ഇതെന്താണ്? ദാമോദരാഷ്ടകത്തിൽ അവസാനത്തെ പദ്യം, നമോ രാധികായൈ ത്വദീയ പ്രിയായൈ
നമോ നന്ദലീലായ ദേവായ തുഭ്യം നമോ രാധികായൈ ത്വദീയ പ്രിയായൈ നമോ നന്ദലീലായ ദേവായ തുഭ്യം. കൃഷ്ണനെ ഒരലിൽ കെട്ടിവെച്ച ലീലയിൽ കവി എന്താ പാടുന്നത്? ഒരലിന് നമസ്കാരം, ഒരലിൽ കെട്ടിയ കയറിന് നമസ്കാരം, ആ കയറിനെ പിടിച്ച് കെട്ടിയ വയറിന് നമസ്കാരം, ഈ ലീലയ്ക്ക് മൊത്തവും എനിക്ക് നമസ്കാരം. അതുകൊണ്ടാണ് ദാമോദരനെ പൂജിക്കുമ്പോൾ കൂടെ ഒരലിനെയും ചേർത്ത് പൂജിക്കുന്നത്. കൃഷ്ണന്റെ ദാമോദര ചിത്രം കണ്ടിട്ടില്ലേ? ഭഗവാന്റെ കൂടെ എന്തുണ്ടാകും? ഒരലും കൂടെ ഉണ്ടാവും. കൃഷ്ണനിക്ക് പൂജിക്കുമ്പോൾ പൂജ ആർക്ക് കിട്ടും? ഒരലിനും കൂടെ കിട്ടും. ഭഗവാന് നമസ്കാരം, ഭഗവാന്റെ ഉദരം, ദാമ ഉദരം, ദാമം ചാൽ കയറ്, ഉദരം ചാൽ വയറ്. വയറ്റിൽ പിടിച്ച് കെട്ടിയത് കൊണ്ട് കൃഷ്ണൻ എന്താ പേര്? ദാമോദരൻ. ഭഗവാന് പ്രണാമം, ഭഗവാന്റെ ഉദരത്തിന് പ്രണാമം, ആ കയറിന് പ്രണാമം, കയറിന്റെ അറ്റത്തിലുള്ള ഒരലിന് പ്രണാമം. നമോ നന്ദലീലായ ദേവായ തുഭ്യം. ഈ അനന്ത ലീലയ്ക്കും എൻ്റെ പ്രണാമം എന്ന് കവി പാടുന്നു. ഒരു ഉദരത്തിൽ ജനിച്ച രണ്ടു പേരിനെ സഹ ഉദരൻ സഹ ഉദരി, ഒരു ഗർഭത്തിനെ പങ്കുവച്ച. അപ്പോ ഈ അമ്മ ചെയ്യുന്നതെല്ലാം ഗർഭത്തിനകത്തുള്ള കുഞ്ഞിന് പോയി ചേരും. അതുകൊണ്ട് ഗർഭവതിയായ പെണ്ണുങ്ങള്, അച്ഛൻ, മുത്തശ്ശൻ, ആ വീട്ടിലുള്ളവരെല്ലാം വഴക്കുണ്ടാക്കാതിരിക്കുക, കടുത്ത വാക്കുകൾ സംസാരിക്കാതിരിക്കുക, തീഷ്ണമുള്ള ഭക്ഷണം, എരി, പുളി, പച്ചമുളകും കടിച്ച് കരഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഭക്ഷണമൊക്കെ കഴിക്കാതിരിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ കുഞ്ഞ് സാത്വികനായി ജനിക്കും. ഇത് നല്ല ഒരു അറിവാണോ ഇല്ലേ? ഇതൊക്കെ സയൻസാണ്, ജീവിതത്തിൽ ഉപയോഗിക്കാം. അതെല്ലാം വിട്ടിട്ട് ഭഗവത്ഗീത ഭാഗവതം പഠിക്കാതെ എല്ലാവരും സ്കൂളിൽ പോയി സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചു. എത്ര പേര് സൈൻ തീറ്റ കോസ് തീറ്റ പഠിച്ചു? നിങ്ങളിൽ എത്ര പേരാണ് ഇത് ജീവിതത്തിൽ ഉപയോഗിക്കുന്നത്? വെണ്ടയ്ക്ക എടുത്ത് വെച്ച് സൈൻ തീറ്റ കാലിത്തീറ്റ മാത്രമേ നമ്മുടെ ഉപയോഗത്തിലുള്ളൂ. ഇതൊന്നും ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, സൈൻ തീറ്റ കോസ് തീറ്റ, രണ്ടാം പാണിപ്പട്ടി യുദ്ധം, അത് ചിലപ്പോൾ വീട്ടിൽ ഉപയോഗപ്പെടും, വേറെ ഒന്നുമില്ല. ഇതൊക്കെ ജീവിതത്തിൽ അനുദിനവും ഉപയോഗപ്പെടുന്ന ജ്ഞാനമാണ്. ഏത്? ഭഗവത്ഗീത ഭാഗവതം എന്ന് പറയുന്ന ജ്ഞാനം. അങ്ങനെ ദിതിയുടെ ബോധം കാരണം ആ കുഞ്ഞുങ്ങൾ രണ്ടും അസുരവിദ്ധായി. അപ്പം അത് കഴിഞ്ഞ് ദിതി താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി, എൻ്റെ ബോധം കാരണം, എൻ്റെ ബോധത്തിൽ മാലിന്യമുണ്ടായത് കാരണം രണ്ട് അസുരക്കുഞ്ഞുങ്ങൾ ജനിച്ചല്ലോ എന്ന് തലയിലടിച്ച് മാപ്പ് ചോദിച്ചപ്പോൾ കശ്യപ മഹർഷി പറഞ്ഞു, വിഷമിക്കണ്ട, നിന്റെ മനസ്സിൽ കളങ്കമുണ്ടായത് കൊണ്ട് നിനക്ക് ജനിച്ചത് അസുരവിത്തുക്കളായി. ഇപ്പോൾ നീ പശ്ചാത്തപിക്കുന്നത് കൊണ്ട് നിന്റെ പേരക്കുട്ടി മഹാഭക്തനായി വരും എന്നനുഭവിച്ചു. പേരക്കുട്ടി ആരാണ്? ഇത് രണ്ടിനും വിധി തന്നെയാ കാരണം. ബോധം നന്നായിരുന്നപ്പോൾ നല്ല ഭവിഷ്യത്തുണ്ടായി, ബോധത്തിൽ കളങ്കം വന്നപ്പോൾ അസുരവിത്തുക്കൾ ഉണ്ടായി. ഓരോ വ്യക്തികളുടെയും ഉത്തരവാദിത്തമാണ് എത്രയും ശ്രദ്ധയോട് നമ്മുടെ ബോധത്തിനെ സൂക്ഷിച്ചു വയ്ക്കണം. ഇതിനകത്ത് അഴുക്കുണ്ടായാൽ നമ്മളെ ചുറ്റിയും സംഭവിക്കുന്നതിൽ എല്ലാത്തിലും തെറ്റുകുറ്റങ്ങളുണ്ടാകും. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ. ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ.
गोविंद जय जय गोपाल जय जय राधा रमण हरि गोविंद जय जय हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे ശ്രീമദ് ഭാഗവതം കീ. അങ്ങനെ അനുജനായ ഹിരണ്യാക്ഷൻ ആദ്യം ജനിച്ചു. ഹിരണ്യാക്ഷൻ ദൈവത്തിനെ എതിർത്തു. മഹാസുരന്മാരാണ് അവരൊക്കെ. ദൈവമില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ദൈവത്തിൻ്റെ അസ്തിത്വത്തിനെ തന്നെ എതിർക്കുന്ന പ്രവർത്തികളാണ്. നമ്മുടെ ഉള്ളിലും ചെറിയ ചെറിയ ഹിരണ്യകശിപു ഹിരണ്യാക്ഷനുണ്ട്. ഹിരണ്യകശിപു, ഹീര എന്ന് വെച്ചാൽ സ്വർണം, നവരത്നങ്ങൾ ഹീര. കശിപു എന്ന് വെച്ചാൽ മൃദുലമായ കിടക്ക, സോഫ്റ്റ് ബെഡ്. ആർക്കെല്ലാം പണത്തിൻ്റെ മീതെയും ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ മീതെയും അമിതമായ താല്പര്യമുണ്ടോ അവരെല്ലാം ഹിരണ്യകശിപുവാണ്. പണത്തിൻ്റെ മീതെയും ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ മീതെയും അമിതമായ താല്പര്യമുള്ളവരെല്ലാം ഹിരണ്യകശിപുവാണ്. നമ്മുടെ കൂട്ടത്തിൽ എത്ര ഹിരണ്യകശിപു ഉണ്ട്? ആർക്കും പണത്തിൻ്റെ മീതെ ഇഷ്ടമില്ല. അയ്യോ, അപ്പോൾ ഭാരവാഹികളെ അറിയിക്കണമല്ലോ. ഇവിടെ ഉള്ള ആർക്കും പൈസയിൽ മോഹമില്ല. അത് ശരി, ഉറപ്പാണോ? ഇല്ല. ഉണ്ടെന്നോ ഇല്ലെന്നോ? പണത്തിൻ്റെ സമ്പത്തിൻ്റെ മീതെയും അമിതമായ സുഖസൗകര്യങ്ങളുടെ മീതെയും താല്പര്യമുള്ളവരെല്ലാവരും എന്താണ്? ഹിരണ്യകശിപു. ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഹിരണ്യകശിപു ഉണ്ടോ ഇല്ലേ? ഉണ്ട്. രാവണന് പറ്റിയ തെറ്റെന്താണെന്ന് വെച്ചാൽ, രാവണൻ സീതയെ മാത്രം തട്ടിക്കൊണ്ടുപോയി. മണ്ടൻ. സീതയോട് ചേർത്ത് രാമനെയും തട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഇപ്പൊ കലികാലത്തിലുള്ള ജനങ്ങളും അതാ ചെയ്യുന്നത്. രാവണനെ പോലെ ലക്ഷ്മി നീ എൻ്റെ വീട്ടിൽ വാ, ദൈവം വരാൻ പാടില്ല. ആര് വന്നാൽ മതി? ലക്ഷ്മി മാത്രം മതി. ഒരു കുട്ടി രാവണന്മാരാ എല്ലാവരും. ഹിരണ്യകശിപു എതിർത്ത് ഭഗവാന്റെ അസ്തിത്വത്തിനെ എതിർത്ത് എന്ത് ചെയ്തു? ഭൂമിയെ കൊണ്ടുപോയി ഗർഭസമുദ്രത്തിൽ താഴ്ത്തി വെച്ചു. അപ്പൊ ചിലർ ചോദിക്കാറുണ്ട്, ഭൂമി എടുത്ത് എങ്ങനെ സമുദ്രത്തിൽ താഴ്ത്തും? ഈ സമുദ്രങ്ങളെ കുറിച്ചല്ല ഭാഗവതം പറയുന്നത്. ഗർഭസമുദ്രം, ബ്രഹ്മാണ്ടത്തിനു പുറത്തുള്ള ഗർഭസമുദ്രത്തിനെ കുറിച്ചാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. ആ ഗർഭസമുദ്രത്തിൽ ഭൂമിയെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. എന്ത് പറ്റി? ഭക്ഷണത്തിന്റെ കാര്യമായിരുന്നു. ഭക്ഷണത്തിന്റെ കാര്യം വന്നാൽ ഭാഗവതവും വേണ്ട, ഭജനയും വേണ്ട. എവിടെ നിർത്തി? ആ ഗർഭസമുദ്രത്തിൽ കൊണ്ടുപോയി ഹിരണ്യകശിപു ഭൂമിയെ താഴ്ത്തി വച്ചു. ബ്രഹ്മാവിന് വലിയ ആശങ്കയായി. ഈ ഗ്രഹത്തിലുള്ള ജീവജാലങ്ങളെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. അത് ശരിയാ. സയൻസിൽ പഠിക്കാനുണ്ട്. ഈ ഭൂമിയിൽ പഞ്ചഭൂതങ്ങളുണ്ട്,
ഏറ്റവും കൂടുതൽ ഉള്ള എലിമെന്റ് ഏതാണ്? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശത്തിൽ കൂടുതൽ ഏതാണ്? ഭൂമിയിൽ കൂടുതൽ ഏതാണ്? വെള്ളം. ഇതിനകത്ത് കൂടുതൽ ഏതാ? വെള്ളം. തീയിലിട്ട് ആ വെള്ളം ആവിയായി പോയാൽ എല്ലാം കൂടെ ഇത്ര 1/2 കിലോയെ കാണും. ഇതിനകത്ത് വെള്ളം. ഈ സാധനം എടുത്ത് തീയിലിട്ടാൽ ഭസ്മമായി. ഇതിനകത്ത് വെള്ളം, ഇതിൻ്റെ അകത്ത് വെള്ളം. ഈ ഭൂമിയിൽ കാണുന്ന സർവത്ര സാധനങ്ങളിലും വെള്ളമാണ് കൂടുതൽ. ഇത് പോരാന്ന് വെച്ച് പാലക്കാടുകാർ രാവിലെ വേറെ വെള്ളവും കൂടെ ചേർക്കും. മൊത്തത്തിൽ വെള്ളത്തിലാണ്. അപ്പോ ഗർഭസമുദ്രത്തിൽ താഴ്ത്തി വെച്ചത് കൊണ്ട് അണ്ടചരാചരങ്ങൾക്കും അത് ബുദ്ധിമുട്ടായി. ബ്രഹ്മാവിന് എന്ത് ചെയ്യണം എന്നറിയില്ല. ബ്രഹ്മാവ് പോലും അറിയാതെ ആ സമയത്താണ് ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിലിരുന്ന് മൂക്കിൽ നിന്നൊരു ചെറിയ സത്വം, ചെറിയ ഒരു സാധനം വന്ന് നിലത്ത് വീണ് അടുത്ത നിമിഷം പർവ്വതങ്ങളെക്കാളും ഉയരെ വലിയ ഒരു രൂപം സ്വീകരിച്ചു. അണോറണിയാം, അണുവിനേക്കാളും ചെറുത്, അതേസമയം മഹത്തിനേക്കാളും മഹത്തായി വരാഹമൂർത്തി അവതാരം ചെയ്തു. വരാഹമൂർത്തി ചെന്ന് അവതാരം ചെയ്ത് ആ ഭൂമിയുടെ ചെടിയിൻ്റെ അകത്ത് ഒളിച്ചു കിടന്ന ഭൂമിദേവിയെ എടുത്ത് തിരിച്ച് അതിൻ്റെ ഭൂചക്രത്തിൽ തന്നെ സ്ഥാപിച്ചു. ഇതെല്ലാം സയൻസ് തന്നെയാണ്. ഭാഗവതത്തിനെ മതപരമായും ആത്മീകമായും നമുക്ക് പഠിക്കാൻ സാധിക്കും, ശാസ്ത്രീയമായും ഇത് നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇതിലിരുന്ന് മനസ്സിലാക്കേണ്ടത് അചിന്ത്യ, മനുഷ്യന്റെ സങ്കല്പത്തിന് പുറത്താണ് ദൈവം. ദൈവമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കൂടിയിരിക്കുന്ന സജ്ജനങ്ങളിൽ ആർക്കെങ്കിലും ദൈവമുണ്ടോ ഇല്ലെന്ന് സംശയമുണ്ടോ? എല്ലാവർക്കും വിശ്വാസമുണ്ട്, പൂർണ്ണമായ വിശ്വാസം. ഇംഗ്ലീഷിൽ ബിലീഫ്, ഫെയ്ത്ത് എന്ന 2 വാക്ക് പറയും. ബിലീഫിന് മലയാളത്തിൽ എന്ത് പറയും? വിശ്വാസം. ഫെയ്ത്തിന് ഉറച്ച വിശ്വാസം. ഫെയ്ത്ത്, ഫെയ്റ്റ് അല്ല, ഫെയ്ത്ത്. ഫെയ്ത്ത് വിധിയല്ല, ഫെയ്ത്ത്, FAITH. സത്യം. ബിലീഫ്, ഫെയ്ത്ത്. വിശ്വാസം, ശ്രദ്ധ, നിഷ്ഠ. പ്രഭു പറഞ്ഞ പോലെ ഉറച്ച വിശ്വാസം. ഭക്തിയിൽ ഇത് 2 എണ്ണമുണ്ട്. ബിലീഫ്, ഫെയ്ത്ത്. വിശ്വാസം, ഉറച്ച വിശ്വാസം. ആ ദൃഢമായ ശ്രദ്ധ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് 2 വയസ്സ് കുട്ടി മതിലിൻ്റെ മേലെ നിൽക്കുക. ഒരു കുഞ്ഞ് മതിലിൻ്റെ പുറത്ത് നിൽക്കുന്നു. അച്ഛൻ വന്നിങ്ങനെ താഴെ ഇരുന്ന് കൈ കാണിക്കും. ആ കുട്ടി എന്ത് ചെയ്യും? ആ കുഞ്ഞ് എന്ത് ചെയ്യും? ചാടും. എൻ്റെ അച്ഛൻ എന്നെ പിടിക്കും എന്ന പൂർണ്ണ വിശ്വാസം. അതിൽ ഒരു 10 വയസ്സ് കുട്ടി നിൽക്കുവാണ്. അച്ഛൻ കൈ കാണിക്കും. അച്ഛാ പിടിക്കോ? താഴെ ഇടുവോ? ഇടല്ലോ. ഒരു 25 വയസ്സ് കുഞ്ഞാണെങ്കിൽ ഞാൻ വന്നോളാം, അച്ഛൻ പോയിക്കോ, ഇല്ലേ? ആ ചെറിയ ബാലന്റെ വിശ്വാസം. ഉപനിഷത്ത് പറയുന്നു, ഒരു ഭൂമിയിൽ 7 വർഷകാലം മഴയില്ലായിരുന്നു. അങ്ങനെ വലിയ ഒരു സോമയാഗം നടത്തി മഴ പെയ്യാൻ എല്ലാ പുരോഹിതന്മാരും ബ്രാഹ്മണരും ആകാശത്തിൽ നോക്കി നിൽക്കവേ വീട്ടിലിരുന്ന ഒരു കുഞ്ഞ് കൊടയും മായിച്ചു വന്നു. ആർക്കാണ് അവിടെ വിശ്വാസം ഉണ്ടായിരുന്നത്? ആ കുഞ്ഞ്. ഏതവസ്ഥയിലും ദൈവം എന്നെ സംരക്ഷിക്കും എന്ന ദൃഢമായ വിശ്വാസമുള്ളവർക്ക് ദൈവം. അത് ബിലീഫ് ഉണ്ടോ ഇല്ലേ, കാണോ കാണില്ലേ, അങ്ങനെ ഉള്ളവർക്ക് ദൈവവും അതുപോലെ വരും, വരില്ല, ഉണ്ടാകും, ഉണ്ടാകില്ല. അർജുന, ഏത് രീതിയിൽ നീ എന്നെ ശരണം പ്രാപിക്കുന്നോ അതേ രീതിയിൽ ഞാൻ നിന്നെ സംരക്ഷിക്കുന്നു. ഒരു ഭക്തന്റെ വീട്ടിൽ തീ പിടിച്ചു. ബോറടിക്കുന്ന, ഉറക്കം വരുന്ന, വിശക്കുന്ന, അപ്പൊ ടോക്കണൊക്കെ തിരിച്ചു വാങ്ങിക്കാം. ഒരു ഭക്തന്റെ വീട്ടിൽ തീ പിടിച്ചു. വിലപിടിപ്പുള്ള സാധനമെല്ലാം കത്തി ഭസ്മമാകുന്നു. എല്ലാം കത്തി കത്തി ഇദ്ദേഹവും കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുന്നു. ഉള്ള ഏകദേശ സാധനവും ഭസ്മമായി എല്ലാം നശിച്ചു. അവസാനം ഭഗവാൻ വന്ന് രക്ഷിച്ചു. ഉടനെ ആ ഭക്തൻ ചോദിച്ചു, കൃഷ്ണ എന്താ നേരത്തെ വരാത്തത്? എല്ലാം കത്തിപ്പോയി തീയിൽ ഭസ്മമായ അവസാനമല്ലേ നീ വന്നത്?
ഭഗവാൻ പറഞ്ഞു, എന്റെ സത്സംഗത്തിനും നീ ഭക്ഷണ സമയത്തല്ലേ വരുന്നുള്ളൂ. ഒരു ഭക്തൻ ഏത് വിധത്തിൽ ശരണം പ്രാപിക്കുമോ അതേ വിധത്തിൽ ഭഗവാൻ അനുഗ്രഹിക്കും. ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ല. നമ്മൾ കള്ളന്മാരാണെങ്കിൽ അദ്ദേഹം കള്ളത്തരത്തിൽ PhD എടുത്ത ആളാണ്. യോഗേശ്വരോ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ.